കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എന്നെ മതി തന്നെയായിരുന്നു. അതായത് സ്വന്തം അമ്മായിമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പുള്ളിക്കാരത്തേക്ക് പറ്റത്തില്ല. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. അഹങ്കാരം തലേ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതല്ല. എന്നാൽ ഇപ്പം ദിയ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ആസ്മി ക്വസ്റ്റ്യൻ ആയിരുന്നു ഇട്ടത്. അതിനകത്ത് ഒരു പുള്ളി ദിയടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് യു വാണ്ട് ടു സേ ടു ദി പീപ്പിൾ ഹൂ ഈസ് നെഗറ്റീവ് അബൌട്ട് യുവർ മദേഴ്സ് ഡേ വ്ളോഗ്? ചോദിച്ചപ്പം ദിയ കൊടുത്തൊരു മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. സം ഡേയ്സ് ഐ ഡു ചാരിറ്റീസ് ലൈക്ക് ദാറ്റ് ഫോർ മൈ ഫെല്ലോ യൂട്യൂബേഴ്സ്. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. Let them make a little money with my cute pictures and stolen content. ചെയ്ത ദ്രോഹമൊന്നും പോരാഞ്ഞിട്ട് നീ അന്തസ്സ് പഠിപ്പിക്കാനടി കോമരം. ഇവരെ വെച്ച് മാത്രമാണല്ലോ എല്ലാ യൂട്യൂബേഴ്സും കേരളത്തിൽ ജീവിക്കുന്നത്. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഇവരുടെയൊക്കെ പുച്ഛം ഉണ്ടല്ലോ, ഇതാണ് ഇവർക്കൊക്കെ ഏറ്റവും വലിയൊരു അടി. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ. അറിയാം തന്നെയാണ്. നിങ്ങൾക്ക് വായി തോന്നുന്നത് എന്തും വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് അതെടുത്ത് വെച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഇത്തിരി കുറവാ, പക്ഷേ മനുഷ്യനെ സ്നേഹിക്കാൻ ഞങ്ങൾക്കറിയാം. അച്ഛൻ തരാൻ പറഞ്ഞത് ഫിഗ്, ഡേറ്റ്സ്, ബദാം. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. എനിക്ക് താൻ അമ്മയെ കൊണ്ട് മേളി വിടും. എന്തോ എങ്ങനെ താൻ അമ്മയെ കൊണ്ട് മേളി വിടും. താൻ അമ്മയെ കൊണ്ട് മോളിൽ വിടും. പറഞ്ഞു കേട്ടല്ലോ, അമ്മ എന്ന് വ്യക്തമായിട്ട് വിളിക്കുന്നുണ്ട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. മനസ്സിലായോ? ആ അമ്മയെ വെച്ചിട്ട് തന്നെ ഇവർ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്. മീനാമ്മ റെസിപ്പി എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. മീനാമ്മയുടെ മറ്റേ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഉളുപ്പുണ്ടോ? പണ്ടിട്ട വീഡിയോസ് എല്ലാം പൊങ്ങി വരുമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കൊക്കെ ഉണ്ടായ വളരെ നന്നായിരിക്കും. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലെ ആയിപ്പോയത്?